എല്ലാവർക്കും കുബു സ്റ്റാർട്സിലേക്ക് സ്വാഗതം. വൈവിധ്യമാർന്ന 10 ഇനം സസ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ലിത്തോപ്പുകൾ. ഐസോയേസി എന്ന ഐസ് സസ്യകുടുംബത്തിലെ ഒരു സസ്യജനുസാണ് ലിത്തോപ്പ്. ചെറിയ കല്ലുകൾ പോലെ മറഞ്ഞിരിക്കുന്ന ഈ ചെടി പെബിൾ സസ്യങ്ങളെന്നും ജീവനുള്ള കല്ലുകളെന്നും അറിയപ്പെടുന്നു. യൂഫോർബിയ ഒബസ. ദക്ഷിണാഫ്രിക്കയിൽ കാണപ്പെടുന്ന ഈ സസ്യം ഒരു പന്തിനോട് സാമ്യമുള്ളതാണ്. മുള്ളുകളില്ലാത്തതും അലങ്കാരമുള്ളതുമായ ഈ സസ്യം ഇതിനാൽ ബേസ്ബോൾ സസ്യം എന്നറിയപ്പെടുന്നു. ഹൈഡ്നെല്ലംപേക്കി. വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ബാങ്കറേസി കുടുംബാംഗമായ ഒരു ഫംഗസാണ് ഹൈഡ്നെല്ലംപേക്കി. ഇളം കായ്കളുടെ അസാധാരണമായ രൂപം ഈ ഇനത്തിന് സ്ട്രോബെറി, ക്രീം, ഡെവിൾ ടൂത്ത് എന്നിങ്ങനെ നിരവധി പേരുകൾ നൽകുന്നു. ഡാർലിംഗ് ടോണിയ കാലിഫോർണിക്ക. സരസീനിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ഇരപിടിയൻ സസ്യമാണിത്. പത്തി വിടർത്തിയ ഒരു സർപ്പത്തിൻ്റെ രൂപമുള്ളതിനാൽ കോബ്ര ലില്ലി എന്നും അറിയപ്പെടുന്നു. ഹൈഡ്നോറ ആഫ്രിക്കാന. ദക്ഷിണാഫ്രിക്കൻ ഭൂഗർഭ സസ്യമാണിത്. ഇതിൻ്റെ പൂക്കൾ നിലത്തുനിന്ന് പുറത്തേക്ക് വരാൻ ഏകദേശം 1 വർഷമെടുക്കും. തദ്ദേശവാസികൾ ഈ പൂക്കൾ ഭക്ഷണമായി ചുട്ടു തിന്നുന്നതിനാൽ ഈ സസ്യത്തെ അവർ ജാക്കൽ ഫുഡ് എന്ന് വിളിക്കുന്നു. ഹാങ്ങിങ് മാൻ ഓർക്കിഡ്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ആൺകുട്ടികളെ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന ഈ ചെടിക്ക് നേക്കിഡ് മാൻ ഓർക്കിഡ് എന്ന പേരുകൂടിയുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യമാണിത്. ആംഗുലോവ യൂണിഫ്ലോറ. വെളുത്ത തുണിയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ചെടിയുടെ പൂക്കൾക്ക് സ്വാഡിൽസ് ബേബീസ് എന്ന പേരുകൂടിയുണ്ട്. ഡെസേർട്ട് പീ. വിചിത്രവും അത്ഭുതകരവുമായ ഈ പുഷ്പം കാഴ്ചയിൽ അന്യഗ്രഹ ജീവികളെ പോലെ തോന്നിപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലാണ് ഇത് കാണപ്പെടുന്നത്. റെഡ് ബാറ്റ് കഫിയ ഓർക്കിഡ്. മെക്സിക്കോയിൽ കാണപ്പെടുന്ന ഈ ചെടിയിലെ പൂക്കൾക്ക് ചെറിയ വവ്വാലിൻ്റെ മുഖത്തോട് സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ ചുവന്ന കഫിയ എന്ന് വിളിക്കുന്നു. ഓഫ്രിസ് അബിഫെറ. പുഞ്ചിരിക്കുന്ന ഒരു തേനീച്ചയുടെ രൂപസാദൃശ്യമുള്ള ഈ ചെടിയുടെ പൂക്കൾക്ക് തേനീച്ച ഓർക്കിഡ് എന്ന പേരുകൂടിയുണ്ട്.